ഓപ്പർച്യൂണിറ്റി കാർഡ് ചാൻസും കാറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്തിട്ട് ജർമ്മനിയിൽ വന്നിട്ടുണ്ട്, വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്, എന്താണ് അതിന്റെ ഡ്രോബാക്സ്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, നിങ്ങൾക്ക് ഇത് ഏജൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിയിൽ വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം ഏതെങ്കിലും ഒരു വിസ കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ക്വിക്ലി ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഇസ് അക്ഷയ. I live in Germany. I make content about life in Germany, study in Germany, work in Germany. So ആദ്യം തന്നെ ജർമ്മനിയിൽ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വന്നതെന്ന് നോക്കാം. 2024 ജൂൺ 1-നാണ്, അതായത് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഹാഫ് കുക്ക്ഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ ജോബ് ഓഫർ ഇല്ലാതെ ജർമ്മനിയിലേക്ക് വരാം എന്നുള്ളത് വെച്ച് ഈ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഓൾറെഡി ജർമ്മനിയിൽ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അതിനെപ്പറ്റി ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ റെക്കഗ്നേഷൻ ചെയ്യുന്നതെന്ന്. അത് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. രണ്ടാമത്തെയാണ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ സ്കിൽഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി, നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇങ്ങനെ ഓരോരോ കാറ്റഗറി വെച്ചിട്ട് ഓരോരോ പോയിന്റ് തന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ നിങ്ങളുടെ ക്യുമുലേറ്റീവ് എത്രയാണോ വരുന്നത് അത് വെച്ചിട്ടാണ് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഇനി പലരും ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇതിനകത്ത് ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ജർമ്മനിയിൽ 1 വർഷം വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ലിവിംഗ് എക്സ്പെൻസസ് ഒക്കെ കവർ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ മീൻസ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കണം. അതിന് മാസ്റ്റർ സ്റ്റുഡൻസിനുള്ള പോലെ തന്നെയാണ് നമ്മളിവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു വാലിഡ് പാർട്ട് ടൈം ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുന്ന ഒരു കോൺട്രാക്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടതായിട്ട് വരില്ല. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അൺലിമിറ്റഡ് വർക്ക് വിസ അല്ല. നമ്മൾ ഇവിടെ വന്ന് ഈ 1 വർഷത്തിന് ശേഷം 1 വർഷത്തിനുള്ളിൽ നമുക്കൊരു ജോലി കണ്ടുപിടിച്ച് നമുക്കൊരു വർക്ക് വിസയിലോട്ട് മാറാം. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ജർമ്മനിയിലേക്ക് ഈസി ആക്സസ് തന്നെയാണ്. ഇപ്പം നിങ്ങളൊരു ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആണ്, നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം എന്നില്ല. നമുക്ക് ജർമ്മനിയിലേക്ക് വരാം. ജർമ്മനിയിലെ ജോബ് മാർക്കറ്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്കില്ലപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല എംപ്ലോയേഴ്സും എനിക്ക് മനസ്സിലായിരിക്കുന്നത്, നമ്മളിപ്പം ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട് നമുക്ക് ആ ജോലി കിട്ടാനുള്ളത്. അല്ലെങ്കിൽ പിന്നെയും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതിനൊക്കെ നമ്മുടെ ജർമ്മൻ അഡ്രസ്സ് അല്ലെങ്കിൽ ജർമ്മൻ ഫോൺ നമ്പർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാധ്യത കൂടുതലാണ് ജർമ്മനിയിൽ ജോലി കിട്ടാൻ. അല്ലെങ്കിൽ ഇന്റർവ്യൂ കോൾസ് എങ്കിലും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ജോലി നോക്കുന്നതും നാട്ടിൽ നിന്ന് ജർമ്മനിയിലെ ജോലി നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്ത് ജർമ്മനിയിൽ വന്ന് ഇവിടെ ഒരു ജോലി നോക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ആണ്, നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി കാർഡ് വരുമ്പോൾ നമുക്ക് ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ പാർട്ട് ടൈം ജോബിന്റെ സാലറി വെച്ച് നമുക്ക് ഇവിടുത്തെ ലിവിംഗ് എക്സ്പെൻസസ് ഒക്കെ കുറച്ച് നമുക്ക് മാനേജ് ചെയ്യാം കേട്ടോ. ഇനിയാണ് ഇതിന്റെ ശരിക്കും റിയാലിറ്റി എന്താണ്. ഈ ജർമ്മനിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസഷൻ ഉണ്ട്. ഇപ്പോൾ മാസ്റ്റർ സ്റ്റുഡന്റ് ആയാലും അതുപോലെ PhD എടുത്ത ആൾക്കാർക്കാണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ നാളെ ജോലി ഉണ്ടാവോ എന്നുള്ളൊരു ഭയത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള അവസ്ഥ. ഇവിടെ പണ്ടൊക്കെ ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. കമ്പനികൾ പെട്ടെന്ന് അടച്ചുപൂട്ടുക, അതല്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ പാക്കേജ് വന്നിട്ട് റിസൈൻ ചെയ്യാൻ പറയുക, ഇങ്ങനെയുള്ള കാര്യം, അതല്ലെങ്കിൽ ഇതൊന്നും തരാതെ തന്നെ നമ്മൾ പിരിച്ചുവിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജർമ്മനിയിൽ സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ ഒരു വിസ എടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റായി എന്ന് വിചാരിക്കരുത്. ജർമ്മനിയിൽ ജോലി കിട്ടാന്നുള്ളത് ഇപ്പം ചാലഞ്ചിങ് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോബ് ഗ്യാരണ്ടി അല്ല, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ജോലി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വരാനായിട്ട് ലാംഗ്വേജ് അവർ മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ജർമ്മൻ പഠിച്ചിട്ട് വരിക കേട്ടോ. കാരണം എസ്പെഷ്യലി ഈ മാർക്കറ്റ് സിറ്റുവേഷനിൽ ലാംഗ്വേജ് ഉണ്ടെങ്കിലാണ് കുറച്ചെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പം ഭയങ്കര
ബുദ്ധിമുട്ടായിരിക്കും ജോലി കിട്ടാനായിട്ട്. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സ്വന്തമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടന്റ് നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം എടുക്കാനും ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും ഒരു വിസ ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. കാരണം അതൊക്കെ ജർമ്മൻ അതോറിറ്റീസിന്റെ കയ്യിലാണ്. എന്തെങ്കിലും ഒരു റീസൺ വന്നത് വിസ റിജക്ട് ആവാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മതി. പക്ഷെ നിങ്ങൾ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അതൊക്കെ എങ്ങനെയാണ് ശരിയാക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു അസിസ്റ്റൻസ് ഒക്കെ തരാനായിട്ട് ഏജൻസിക്ക് പറ്റും. ആപ്ലിക്കേഷൻ പ്രോസസ് ജനറലി എങ്ങനെയാണ്, ആദ്യം നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുക, റിക്കഗ്നൈസ്ഡ് ആണോ നോക്കുക. അതല്ലെങ്കിൽ നമ്മൾ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എലിജിബിൾ ആണോ നോക്കുക. പിന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. അതിനിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരാം, നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരാം, പിന്നെ പാസ്പോർട്ട്, പ്രൂഫ് ഓഫ് ഫണ്ട്, ഞാൻ പറഞ്ഞ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ, പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. നമ്മൾ പോയിന്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ്, ജർമ്മൻ, അതിൻ്റെയൊക്കെ നമ്മൾ പോയിന്റ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വെബ്സൈറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അറിയാൻ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒഫീഷ്യൽ പോർട്ടലിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വിസ ഇന്റർവ്യൂ അല്ലെങ്കിൽ വിസ അപ്പോയിന്റ്മെന്റ് എടുക്കുക. നമുക്ക് വിസ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് വരിക, ജോലി നോക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ് സ്റ്റെപ്സ് ജനറലി വരുന്നത്. അപ്പം എൻ്റെ ഒരു ഇതിനകത്ത് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് നല്ലൊരു പാത്വേ തന്നെയാണ്. നിങ്ങൾക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഈ മാർക്കറ്റ് കാണാനും അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസിനെ മാറ്റാനും അതനുസരിച്ച് ജോബ് അപ്ലൈ ചെയ്യാനും കിട്ടാനും ഒക്കെ ഒരു വർഷം സമയം കിട്ടാണ്. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അതിന് വരുന്നതിന് മുന്നേ ജർമ്മൻ അറിയാതെ വരാം, അല്ലെങ്കിൽ ജോബ് ഓഫർ ഇല്ലാതെ വരാം. ഈ രണ്ട് കാര്യം മാത്രമല്ല നോക്കേണ്ടത്. നിങ്ങളുടെ ജോലിക്ക് ഇവിടെ സാധ്യതകളുണ്ടോ, ഡിമാൻഡ് ഉണ്ടോ. അങ്ങനെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ സ്കിൽസ് ആണ് അവർ നോക്കുന്നത്, ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഇതിന് റെഡി ആണോ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. അപ്പോൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്നായിരിക്കും എടുക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി റെഡി ആണോ. ഇനി ഒരു വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയില്ലെങ്കിലും തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്ത് നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ചൂസ്.